നമസ്കാരം. അർത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ വേറൊരു എഡ്യൂക്കേഷൻ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ 2025 ഫെബ്രുവരി 1 മുമ്പ് കമ്പനി സെക്രട്ടറി കോഴ്സിന് രജിസ്റ്റർ ചെയ്ത ആൾക്കാർ 2025 ഫെബ്രുവരി 1 മുമ്പ്, അതായത് ജനുവരി 31 വരെ CS എക്സിക്യൂട്ടീവിന് രജിസ്റ്റർ ചെയ്ത ആൾക്കാർക്ക് വൺ ഡേ ഓറിയൻറ്റേഷൻ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇൻഫർമേഷൻ തരാൻ വേണ്ടിയിട്ടാണ്. അതായത് നമുക്കറിയാം, കമ്പനി സെക്രട്ടറി കോഴ്സ് നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ, CS എക്സിക്യൂട്ടീവിന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസത്തെ മാൻഡേറ്ററി വൺ ഡേ ഓറിയൻറ്റേഷൻ പ്രോഗ്രാമുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ സംഘടിപ്പിക്കുന്ന ICSIയുടെ ചാപ്റ്ററുകളിൽ വെച്ച് നടത്തുന്ന ഒരു വൺ ഡേ ഓറിയൻറ്റേഷൻ പ്രോഗ്രാമുണ്ട്. ഈ വൺ ഡേ ഓറിയൻറ്റേഷൻ പ്രോഗ്രാം എഴുതിയതിന് ശേഷം മാത്രമേ, അല്ലെങ്കിൽ അത് അറ്റൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് പരീക്ഷ എഴുതാൻ നമ്മളെ സമ്മതിക്കത്തുള്ളൂ. ഇത് കമ്പൽസറിയാണ്. നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ ഫീസ് അടച്ചിട്ടുണ്ടാകും. എന്നാൽ ഈ വൺ ഡേ ഓറിയൻറ്റേഷൻ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫെബ്രുവരി 1, 2025 മുതൽ വളരെ വലിയൊരു മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് വൺ ഡേ ഓറിയൻറ്റേഷൻ പ്രോഗ്രാം എന്നുള്ളത് 3 ഡേ ഓറിയൻറ്റേഷൻ പ്രോഗ്രാം TDOP ആക്കിയിട്ട് കൺവേർട്ട് ചെയ്തു. അതായത് ഫെബ്രുവരി 1, 2025 ശേഷം രജിസ്റ്റർ ചെയ്യുന്ന ഓരോ കുട്ടികളും 3 ദിവസത്തെ കമ്പൽസറി ആയിട്ടുള്ള ഓറിയൻറ്റേഷൻ പ്രോഗ്രാം അറ്റൻഡ് ചെയ്താൽ മാത്രമേ പരീക്ഷ എഴുതാൻ പറ്റത്തുള്ളൂ. ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഡെഫിനറ്റായിട്ടും 3 ദിവസത്തെ ഓറിയൻറ്റേഷൻ പ്രോഗ്രാം വേണ്ടതുണ്ടോ, അത് ഒരു ദിവസത്തെ ഓറിയൻറ്റേഷൻ പ്രോഗ്രാം മതിയോ എന്നതൊക്കെ നമുക്ക് ഡിബേറ്റബിൾ ടോപ്പിക്കാണ്. But ICSI made it compulsory that you must attend the 3 day orientation program. അങ്ങനെയാണെങ്കിൽ ഈ ജനുവരി 31 വരെയുള്ള ആൾക്കാർ ഇനി എന്താണ് ചെയ്യേണ്ടത്? അവർക്കുള്ളൊരു ഇൻഫർമേഷൻ ആണ്. ICSI it made it clear that ജനുവരി 31 വരെ രജിസ്റ്റർ ചെയ്ത കുട്ടികൾക്ക് ഒരു ദിവസത്തെ ഓറിയൻറ്റേഷൻ പ്രോഗ്രാം മതി. ആർക്കൊക്കെയാണോ ഇതുവരെ ഫിസിക്കലായിട്ട് ഓഫ്ലൈനായിട്ട് ഓറിയൻറ്റേഷൻ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ സാധിക്കാഞ്ഞത്, അവർക്ക് ഓൺലൈനായിട്ട് എഡ്യൂക്കേഷൻ ഓറിയൻറ്റേഷൻ പ്രോഗ്രാം അവർ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ സർക്കുലർ കമ്പനി സെക്രട്ടറി ലേണിംഗ് എന്ന് പറയുന്ന നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കിൽ കയറി നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. ജനുവരി 31, 2025 വരെ രജിസ്റ്റർ ചെയ്ത കുട്ടികൾക്ക് ഒരു ദിവസത്തെ ഓറിയൻറ്റേഷൻ പ്രോഗ്രാമാണുള്ളത്. ഇത് ഫിസിക്കലായിട്ട് ഓഫ്ലൈനായിട്ട് നടത്തുന്ന ഓറിയൻറ്റേഷൻ പ്രോഗ്രാമാണ്. ഈ ഓറിയൻറ്റേഷൻ പ്രോഗ്രാം ഇതുവരെ അറ്റൻഡ് ചെയ്യാത്തവരുടെ ശ്രദ്ധയ്ക്ക്, ഇനി ഓഫ്ലൈനായിട്ട് ഓറിയൻറ്റേഷൻ പ്രോഗ്രാം ഉണ്ടാവില്ല. ഈ ഒരു ദിവസത്തെ പ്രോഗ്രാം ഉണ്ടാവില്ല. ഇത് നിങ്ങൾക്ക് ഇനി ഓൺലൈനായിട്ടാണ് അറ്റൻഡ് ചെയ്യാൻ പറ്റുക. ആ ഓൺലൈനായിട്ട് അറ്റൻഡ് ചെയ്യാനുള്ള ഇതിൻ്റെ സർക്കുലർ ഞാൻ നമ്മുടെ അർത്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ കമ്പനി സെക്രട്ടറി ലേണിംഗ് എന്ന് പറയുന്ന ടെലഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ചാനലിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആരും അത് ഉപേക്ഷ വിചാരിക്കേണ്ട. ആസ് ഏർലി ആസ് പോസിബിൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ വൺ ഡേ ഓറിയൻറ്റേഷൻ പ്രോഗ്രാം ഓൺലൈനായിട്ട് അറ്റൻഡ് ചെയ്യണം. ഇനി ഫെബ്രുവരി 1, 2025 മുതലുള്ളവർക്ക് ഓൺലൈൻ ആണോ എന്ന് ചോദിക്കരുത്. കാരണം അങ്ങനെ ഒരു സർക്കുലർ ഇതുവരെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് വന്നിട്ടില്ല. ഇതൊരു 3 ഡേ ഓറിയൻറ്റേഷൻ പ്രോഗ്രാമാണ്. 3 ദിവസമാണ് ഇനി ഉണ്ടാവുക. ആ 3 ദിവസത്തെ പ്രോഗ്രാം നിങ്ങൾക്ക് നിർബന്ധമായിട്ടും നിങ്ങൾക്ക് ഓഫ്ലൈൻ ആകും എന്നതാണ് ഇപ്പോഴത്തെ ഇൻഫർമേഷൻ. ജൂൺ 2025 പരീക്ഷ എഴുതുന്ന കുട്ടികൾ നിർബന്ധമായിട്ടും ഈ ഓറിയൻറ്റേഷൻ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യണം. ഈ ഓറിയൻറ്റേഷൻ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുക. വൺ ഡേ ഓറിയൻറ്റേഷൻ പ്രോഗ്രാം ഓൺലൈൻ മോഡിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് അറേഞ്ച് ചെയ്യുന്നുണ്ട്. 2025 ജനുവരി 31 രജിസ്റ്റർ ചെയ്തവർക്ക് ഒരു അഡീഷണൽ ചാർജും ഇല്ല. നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് അത് കാണാവുന്നതാണ്. സോ ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യലായിരുന്നു എൻ്റെ ഉദ്ദേശം. നമ്മുടെ അടുത്ത മോഡ്യൂളിൻ്റെ ക്ലാസ്സുകൾ, അതായത് CS എക്സിക്യൂട്ടീവിൻ്റെ അടുത്ത മോഡ്യൂൾ ഓഫ്ലൈൻ ക്ലാസ്സുകൾ ജൂൺ 2025 ക്ലാസ്സുകൾ അഡ്മിഷൻ ആൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആദ്യം വരുന്ന 25 പേർക്കാണ് അഡ്മിഷൻ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരേക്കും. ദിസ് ഈസ് രാജീവ് സൈനിങ് ഓഫ്. താങ്ക് യു.